പ്രസവ ശസ്ത്രക്രിയക്കിടെ ചികിത്സാ പിഴവുണ്ടായെന്ന പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഷമാ മുഹമ്മദിനെതിരെ കേസെടുത്തു. കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി അനുശ്രീയാണ് പരാതി നൽകിയത്. ഫോർസെപ്സ് ഉപയോഗിച്ച് കുഞ്ഞിനെ അശ്രദ്ധമായി വലിച്ചെടുത്തു എന്നതായിരുന്നു പരാതി. പരാതിയിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് അനുശ്രീയും കുടുംബവും മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അനീഷുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, അശ്രദ്ധമായി കുഞ്ഞിനെ വലിച്ചെടുത്തു എന്നതാണല്ലോ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങോട്ടാണ് കേസ് നീങ്ങുന്നത്? ഹരി, 2024 ജനുവരിയിലായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. അന്ന് ചെറുവണ്ണൂർ സ്വദേശിനിയായ അനുശ്രീ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രസവത്തിനായി പ്രവേശിപ്പിക്കപ്പെട്ടത്. എന്നാൽ പ്രസവ സമയത്ത് ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ കൃത്യവിലോപം ഉണ്ടായി എന്ന പരാതിയാണ് അനുശ്രീ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചത്. അശ്രദ്ധമായി ഫോർസെപ്സ് ഉപയോഗിച്ചാണ് കുട്ടിയെ പുറത്തേക്ക് വലിച്ചെടുത്തത്. ഈ അശ്രദ്ധ മൂലമുള്ള ഈ നടപടി മൂലം കുട്ടിയുടെ തലയോട്ടിക്ക് ഗുരുതരമായി പരുക്കേൽക്കുകയും പിന്നീട് തലയോട്ടി ചുരുങ്ങി ശാശ്വതമായ ഒരു വൈകല്യത്തിലേക്ക് കുട്ടി നീങ്ങുകയും ചെയ്തു. ഒപ്പം അമ്മയ്ക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. വലിയ സങ്കീർണതകൾ ഉണ്ടായ ഒരു സാഹചര്യം. പിന്നീട് 5 ശസ്ത്രക്രിയകൾ തുടർച്ചയായി നടത്തിയാണ് ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവർക്ക് മടങ്ങി വരാൻ കഴിഞ്ഞത്. വെറും സാധാരണ പ്രസവമായി മാറിയ ആ കാര്യങ്ങൾക്ക് ഒടുവിൽ ഈ ഗർഭപാത്രം തന്നെ നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അനുശ്രീ എത്തിപ്പെടുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അനുശ്രീയും കുടുംബവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒപ്പം ആശുപത്രിക്ക് മുന്നിൽ നിരവധി തവണ സമരവും പ്രതിഷേധ പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അന്നൊന്നും കേസെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല. ഇതിനൊടുവിലാണ് ഇപ്പോൾ കേസെടുക്കാനുള്ള ഒരു നിർദ്ദേശം പോലീസിന് ലഭിക്കുകയും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്ത് ഒരുപാട് വാതിലുകളിൽ ഈ കുടുംബം പല വർഷങ്ങളായി തന്നെ, അതായത് 2024 മുതൽ തന്നെ ഈ നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് മുട്ടുന്ന ഒരു കാഴ്ചയുണ്ടായി. നമുക്കറിയാം, കുട്ടിക്ക് വൈകല്യം ഉണ്ടാവുക, ഒപ്പം അമ്മയുടെ ആരോഗ്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക എന്നത് വലിയ സാമ്പത്തിക ചെലവും ഒപ്പം ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസികമായ ബുദ്ധിമുട്ടുമൊക്കെയാണ് ഈ കുടുംബത്തിന് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ആ കുടുംബം ഉറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി മുന്നോട്ട് പോവുകയും ചെയ്ത് എന്തായാലും ഒടുവിൽ ഈ ഡോക്ടർ ഷമാ മുഹമ്മദിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇനിയിപ്പോൾ സാങ്കേതികമായ ചില നടപടിക്രമങ്ങളുണ്ട്. മെഡിക്കൽ ബോർഡ് കൂടണം. മെഡിക്കൽ ബോർഡ് കൂടി ഈ ആരോഗ്യ സ്ഥിതി, അതായത് അന്ന് ശസ്ത്രക്രിയ നടക്കുന്നതിന് മുമ്പുള്ള സാഹചര്യം, ഈ പ്രസവ സമയത്തുണ്ടായിരുന്ന ആരോഗ്യം, അതിനുശേഷം ഇവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ വളരെ വിശദമായി തന്നെ പരിശോധിക്കും. അതിനുശേഷമാവും കൃത്യമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുക. എന്തായാലും പ്രാഥമികമായി പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു കൃത്യവിലോപം ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഹരി, അനീഷ്, 2024 സംഭവിച്ച ഈ കാര്യത്തിന് ശേഷം ഏകദേശം 5 തവണയോളം ഇവർക്ക് ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും നാളുകളായി ഈ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല തവണ നീതിക്ക് വേണ്ടിയിട്ട് നടത്തിയ പോരാട്ടം, അല്ലെങ്കിൽ ഈ പരാതി നടത്താൻ വേണ്ടിയ പോരാട്ടത്തിലെ അശ്രദ്ധയെപ്പറ്റി എന്താണ് അനുശ്രീയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് ഈ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ കേസെടുക്കാനുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് വഴിതിരിഞ്ഞത്? രണ്ട് കാര്യങ്ങളാണ് ഹരി ഇതിൽ ഉള്ളത്. ഒന്ന്, കുട്ടിയുടെ ആരോഗ്യനില ശാശ്വതമായി തന്നെ തകരാറിലാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ഫോർസെപ്സ് ഉപയോഗിച്ച് അശ്രദ്ധമായി പുറത്തേക്ക് കുഞ്ഞിനെ വലിച്ചെടുക്കുമ്പോൾ തലയൊട്ടിക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ടാവുന്നു. പിന്നീട് ആ പരിക്ക് ഒരു വൈകല്യമായി തന്നെ തലയൊട്ടി ചുരുങ്ങുന്ന അവസ്ഥയിലേക്ക് മാറുകയും എല്ലാ കാലത്തും വൈകല്യത്തോടുകൂടി ജീവിക്കാൻ വിധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ കുട്ടി മാറപ്പെടുന്നു. ഒപ്പം അമ്മയ്ക്ക് അവർക്കൊരു സാധാരണ ശസ്ത്രക്രിയ അല്ലെങ്കിൽ സാധാരണ പ്രസവം എന്ന രീതിയിലാണ്, അതായത് സിസേറിയൻ ശസ്ത്രക്രിയ നടത്തി പോലും കുട്ടിയെ പുറത്തെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ സാധാരണ രീതിയിൽ നടക്കേണ്ടിയിരുന്ന ഒരു പ്രസവം അതിസങ്കീർണമാക്കി മാറ്റിയത് ഈ ഡോക്ടറുടെ ഇടപെടൽ ആണ്, അല്ലെങ്കിൽ അവരുടെ അശ്രദ്ധയാണ് എന്ന് അനുശ്രീ പറയുന്നു. ഇതിനുശേഷം പിന്നീട് തുടർച്ചയായി 5 ശസ്ത്രക്രിയകൾക്ക് വിധേയമാവേണ്ടി വരിക എന്നത് അങ്ങേയറ്റം ആരോഗ്യപരമായി മോശം അവസ്ഥയിലേക്ക് ആ സ്ത്രീയെ തള്ളിവിടുന്ന ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു നിലയാണ്. അങ്ങനെ കുട്ടിക്കും പരിക്ക് പറ്റുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് വൈകല്യം പറ്റുന്നു, അമ്മയുടെ ജീവൻ തന്നെ അപകടത്തിലേക്കാവുന്നു. പിന്നീട് അവരുടെ ഗർഭപാത്രം
മാത്രം തന്നെ നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോലും എത്തിപ്പെട്ടു. അങ്ങനെ 2 പേർക്കും അത് വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഈ പിഴവുണ്ടായ സമയത്ത് മുതൽ തന്നെ ഇവർ നിയമ പോരാട്ടം നടത്തി വരുന്നത്. മനുഷ്യാവകാശ കമ്മീഷനെയും മറ്റതുപോലുള്ള സമിതികളെയും ഒക്കെ അവർ ബന്ധപ്പെട്ടിരുന്നു. പോലീസിൽ പലവട്ടം പരാതി നൽകി. തുടർന്ന് മെഡിക്കൽ കോളേജിന്റെ മുൻവശത്ത് ദിവസങ്ങളോളം സമരം നടത്തുന്ന അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. എന്തായാലും ഇത്ര നാളുകൾ നീണ്ട ഈ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് ഒരു നീതി നിഷേധം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായി എന്നത് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പോലീസിന് അവരുടെ ഭാഗത്തുള്ള തെളിവുകൾ പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരസമാഹരണം നടത്തിയപ്പോഴൊക്കെ ഒരു പിഴവ് സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേസെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നത്. ഇനി മെഡിക്കൽ ബോർഡ് അടക്കം കൂടി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം. ഒരുപക്ഷെ ഈ ഹർഷീനെയൊക്കെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയോ അധികൃതരെ സമീപിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മറ്റ് കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതും ചെയ്യേണ്ടി വരും. എന്തായാലും പ്രാഥമികമായി തന്നെ കേസെടുത്തിരിക്കുന്നു. ഇനി അതിന്മേലുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്ന മുറയ്ക്കാവും മറ്റു കാര്യങ്ങൾ അവർ പറയും. അനീഷ്, പ്രാഥമികമായ അന്വേഷണമാണെന്ന് മനസ്സിലാകുന്നു. എന്തായാലും കേസെടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. തുടർന്ന് അങ്ങോട്ടുള്ള നീക്കത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉണ്ടായിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്തു നിന്ന്? അതോ ഇനി വരും മണിക്കൂറുകളാണോ ലഭിക്കുക? പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പരിശോധനകളൊക്കെ നടത്തി ചികിത്സാ രേഖകളൊക്കെ പരിശോധിച്ചിട്ട് കേസെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ കുട്ടിക്കൊരു സ്ഥിരമായ വൈകല്യം ഉണ്ട് എന്നത് വിലയിരുത്തപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഇവർക്ക് നടന്ന ശസ്ത്രക്രിയകൾ 5 ശസ്ത്രക്രിയകൾ പിന്നീട് നടന്നതിൻ്റെ രേഖകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇവരുടെ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മെഡിക്കൽ ബോർഡാണ് കൂടി ഈ DMO ഒക്കെ സംഘടിപ്പിക്കുന്ന വിദഗ്ധരായ ഡോക്ടർമാർ, പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ പിഴവ് സംഭവിച്ചുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധരായ ആവും ഈ സമിതിയിൽ ഉണ്ടാവുക. അവർ വിശദമായി തന്നെ യോഗം ചേരും. ഇതേക്കുറിച്ചുള്ള ചികിത്സാ രേഖകൾ പരിശോധിക്കും. ഈ കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യ നിലയെക്കുറിച്ചുള്ള വിശദമായ പരിശോധനകൾ നടത്തും. ഇത്തരം പരിശോധനകളൊക്കെ പൂർത്തിയായ ശേഷമാവും ഒരു റിപ്പോർട്ട് പോലീസിന് സമർപ്പിക്കുക. ഈ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാവും ഇനി കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഒരുപക്ഷെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക. ഇവർക്കെതിരെ ക്രിമിനൽ കുറ്റം ഇപ്പോൾ തന്നെ ചുമത്തുന്നുണ്ട്. അതിൻ്റെ ഒരു എത്ര വ്യാപ്തിയുള്ള അല്ലെങ്കിൽ എത്ര വലിയ രീതിയിലുള്ള നിയമ നടപടികളാണ് ഇവർ നേരിടേണ്ടി വരിക എന്നത് ഈ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാവും. എന്തായാലും നിയമ നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. വ്യക്തമാണ്. അനീഷാണ് വിശദാംശങ്ങൾ നൽകി. 2024 ജനുവരിയിൽ നടന്ന കാര്യമാണ്. എന്തായാലും 2.5 വർഷത്തിൽ നീണ്ട ഒരു പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഡോക്ടർ ഷമ മുഹമ്മദിനെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. 5 തവണയോളം ശസ്ത്രക്രിയ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നടത്തേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ ഉള്ളവ അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ ഉണ്ടാകുക. പോലീസിൻ്റെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ഉണ്ടാകുക. പ്രാഥമികമായി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.